ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് ചേർക്കാനായിട്ട് ഒരു 3 മുട്ട നന്നായിട്ട് കലക്കി ഉപ്പൊഴിച്ച് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ തണുത്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചതച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചതച്ച ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഉള്ളി മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാനൊന്നും വേണ്ട, ചെറുതായിട്ട് കളർ മാറിയാൽ മാത്രം മതി. അപ്പോൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക. 1.5 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി തക്കാളി അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് അല്പം നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടപ്പ് തുറന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സോയാ സോസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.